ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചപ്പാത്തിയാണ്. അപ്പോൾ ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. അരിപ്പ് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുത്തിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ 1-2 മണിക്കൂർ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി വെച്ച് ചൂടായി ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് നേരത്ത് വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് വേവണതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പൂരിക്ക് അത് പറ്റില്ല. നമ്മളല്ലാതെ ഉണ്ടാക്കിയിട്ടതിന് ശേഷം പൂരിക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേഗം മാറ്റി കൊടുക്കേണ്ടി വരും. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു 5-6 ആക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു 6 കൂടിയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇത് ചെയ്യണതിൻ്റെ ഇടയിൽ ചെയ്യാം. അപ്പോൾ ചട്ടി വെച്ച് ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്നായി വരുമ്പോഴേക്കും ചട്ടകം വെച്ചിട്ട് അമർത്തി പൊളപ്പിച്ച് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അങ്ങനെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ പോളകൾ വരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇപ്പോൾ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കണത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ പോള വന്നിട്ടുള്ള ചപ്പാത്തിക്ക് ഒരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വറുത്തിട്ട് കറി വയ്ക്കാൻ പോകണം. അപ്പോൾ അതിന് ചപ്പാത്തി ബെസ്റ്റാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ വറുത്തതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വറുത്തിട്ട് കറി വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തി തന്നെ. അപ്പോൾ അതിൽ 2-3 എടുത്തിട്ട് എൻ്റെയും അപ്പൂൻ്റെയും ബ്രേക്ക്ഫാസ്റ്റാണത്. അപ്പോൾ ഇതാണ് ഞാൻ ചിക്കൻ വറുത്തുണ്ടാക്കിയ ചിക്കൻ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങളൊരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാം, ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്ന് ഞാനും അപ്പം കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒരു പിടി ഇട്ടേട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.